കുറച്ച് മുന്നെയാണ്. പിന്നെ നമ്മൾ പൈനാറടിയിൽ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇനി ഗിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ 10 ഗിയറാണ് ഇത് വരുന്നത്. നമ്മൾ കുറേ വണ്ടികൾ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ഇത് ഷിഫ്റ്റഡ് ആണ്. ഇതിൽ നോക്കുമ്പോൾ സി ഗിയർ വേണം, ക്രൗൾ ഷിഫ്റ്റ് എന്നാണ് പറയുക സി ഗിയറിന്. എഞ്ചിൻ ബ്രേക്കാണ്. എഞ്ചിൻ ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് ലിവറിലുള്ള എഞ്ചിൻ ബ്രേക്കാണ്. ഇത് തട്ടിയിട്ട് നമ്മൾ വരികയാണെങ്കിൽ ആ കുത്ത് ഇറക്കിറങ്ങി വരിക, അവിടെ ഒരു കുത്ത് ഇറക്കണ്ട, ആ കുത്ത് ഇറക്കുമ്പോൾ ഈ എഞ്ചിൻ ബ്രേക്ക് ഇട്ട് വരിക. ഓക്കെ. പിന്നെ സാറിന് വേറെ ഇതല്ലാതെ ബിസിനസ് വേറെ എന്തൊക്കെയുള്ളത്? അല്ലാതെ പിന്നെ പ്രിന്റിംഗ് പ്രസ് ആണുള്ളത്. അതും ഏകദേശം 2010-11 കൂടിയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേസിൻ്റെ ഷാസിയുടെ ഭാഗമാണ്. എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊരു കാരവാൻ്റെ വീഡിയോ ആണ്. അതാണ് അടുത്ത വീഡിയോ. അത് മുന്നേ എടുത്ത് വെച്ചതാണ്, പക്ഷേ അത് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഉള്ളത് KTS ഗ്രൂപ്പിലാണ്. KTS ഗ്രൂപ്പ് മുക്കത്തുള്ള ഗ്രൂപ്പാണ്. നമ്മുടെ കാഞ്ചനമാല മൊയ്തീൻ്റെ നാടായ മുക്കത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഉള്ളത് KTS ഗ്രൂപ്പിലാണ്. KTS എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് മുക്കത്തുള്ള വലിയൊരു ഗ്രൂപ്പാണ് KTS എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ട, അതാണ് ഒരു കോറി ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ. അതാണ് ഈ ടോറസുകൾ ഇങ്ങനെ ടിപ്പറുകൾ ഇങ്ങനെ കുറേ പോണത്. അപ്പോൾ ഇത് അവരുടെ യാർഡിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ഇവർക്ക് 40-40 വണ്ടികളൊക്കെ ഉള്ളൊരു വലിയൊരു ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവരെടുത്തിട്ടുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ലൈലൻഡ്, അതുപോലെ തന്നെ ഭാരത് ബെൻസ് ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലൈലൻഡിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഭാരത് ബെൻസ് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഭാരത് ബെൻസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഭാരത് ബെൻസിൻ്റെ OBD 2 സീരീസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള വണ്ടികളൊക്കെ OBD 1 സീരീസിൽ വരുന്ന വണ്ടിയായിരുന്നു. ഇത് OBD 2 സീരീസിൽ വരുന്ന വണ്ടിയാണ്. സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാൻ. ഭാരത് ബെൻസിൻ്റെ OM 926 സീരീസിൽ വരുന്ന വണ്ടിയാണിത്. 28-26 മോഡലാണ്. അതായത് 28 ടണ്ണും 160 HP ആണ് ഇതിൻ്റെ കരുത്ത് വരുന്നത്. എൻജിൻ മോഡൽ OM 926ഉം മാക്സിമം പവർ നമുക്ക് വരുന്നത് 191 kW at 2200 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 900 Nm ടോർക്ക് 1200-1600 RPM പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ വരുന്നത് 10 ആണ്. അതായത് സി ഗിയർ, റിവേഴ്സ് അടക്കം 10 ഗിയറാണ് അതിന് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പാരാബോളിക് ലീഫ് സ്പ്രിങ്സും ബാക്ക് ബോഗി ടൈപ്പ് സസ്പെൻഷനുമാണ് ഇതിൽ വരുന്നത്. ആൻറ്റി റോൾ ബാർ കൂടിയും ഇതിൽ ഉണ്ട്, സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് സ്റ്റാൻഡേർഡും റിയർ R82 സ്റ്റാൻഡേർഡുമാണ് വരുന്നത് കേട്ടോ. സ്റ്റീറിംഗ് വീല് ഹൈഡ്രോളിക് പവർ അസിസ്റ്റഡ് സ്റ്റീറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 280ഉം അതുപോലെ ആഡ്ബോൻ്റെ കപ്പാസിറ്റി 60 ലിറ്ററുമാണ് വരുന്നത്. 24 വോൾട്ടിൻ്റെ 2 ബാറ്ററി ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 60 km/h ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് വണ്ടിയുടെ 2800 kg ആണ് കേട്ടോ. റേഡിയലിൻ്റെ ടയേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. 11R ഇവിൻ്റെ ടയറാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? മുകളിൽ വരുമ്പോൾ സൺവൈസർ കൊടുത്തിട്ടുണ്ട്. KTS എന്നുകൊണ്ട് അവിടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. സൺവൈസർ കാണാൻ നല്ല ലുക്ക്. ഈ വണ്ടിക്കൊക്കെ ഈ സൺവൈസർ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ എടുത്ത് കാണണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മൂടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ എപ്പോഴാണ് പൊട്ടിച്ചേടാന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ഇത് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചിങ്ങം 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ പോർഷൻ പഴയ ഗ്രില്ലിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു OBD 2 സീരീസിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് ഭാരത് ബെൻസിൽ. ഇതിൻ്റെ ഹണികോം ഗ്രില്ലോട് കൂടിയാണ് ഇതിൻ്റെ ഗ്രില്ല് വരുന്നത്. ഭാരത് ബെൻസിൻ്റെ ലോഗോ കാണാം. താഴെ വരുമ്പോൾ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ഫൈബറല്ല, തകിട് പോലത്തെ ഒരു മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. അത് 3 പീസിലാണ് വന്നേക്കുന്നത്. 1, 2, 3 കണ്ടില്ലേ, ഇങ്ങനെ 3 പോർഷനായിട്ടാണ് ഇതിൻ്റെ ബമ്പർ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇതാണ് ഓവറോൾ ലുക്ക് വണ്ടിയുടെ ഫ്രണ്ട്. ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ ലോഗോ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ വിൻഷീൽഡിലേക്ക് വരികയാണെങ്കിൽ 2 വൈപ്പർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സൺവൈസറുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, വൈസറിൻ്റെ മുകളിൽ KTS ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവരെ നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്, എല്ലാം പുതിയ വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഏത് വണ്ടിയിൽ എടുത്തിട്ട് ചെയ്താലും കണക്കാണ്. ഇതിന് ചെറിയൊരു മാറ്റം വേണമെങ്കിൽ ഇത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിഫറൻസ് അല്ലെങ്കിൽ വേഴ്സസ് വേണമെങ്കിൽ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ വീഡിയോയിൽ അവസാനിപ്പിക്കാമെന്ന്. ഞാൻ പിന്നെ 2 വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, കണ്ടൻറ്റ് കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത് ഭാരത് ബെൻസ്, ഇത് ലൈലൻഡ്, ഇത് അസ്ത്ര സീരീസിൽ വരുന്ന വണ്ടിയാണ് ലൈലൻഡ്. ഞാൻ ഇതിലേക്ക് കൂടുതൽ കിടക്കണില്ല, കാരണം ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യേണ്ടത്. 28-32 സീരീസിൽ വരുന്ന വണ്ടിയാണ്, അവതാർ സീരീസിൽ വരുന്നതാണ്. ഇത് 28-26 സീരീസിൽ വരുന്ന വണ്ടിയാണ്. അതാണ് വ്യത്യാസം. ഇതിൻ്റെ മറ്റേ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, 2ൻ്റെ അടുത്തുകൂടെ പോകുമ്പോഴാണ് ഇതിൻ്റെ ബോക്സിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ടയറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കി, ടയറിൻ്റെ പോർഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വ്യത്യാസം. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ പോലെ എന്തൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ചുകൂടിയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ബോക്സ് ഇത് കുറച്ച് കൂടുതലുള്ള വലിപ്പമുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട റിവ്യൂവിലേക്ക് കിടക്കാം. ഭാരത് ബെൻസ് തന്നെയാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ലുക്കാണ്. കാരണം വെച്ചാൽ മറ്റുള്ള വണ്ടികളിലൊക്കെ ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് റഫ് ആൻഡ് ടഫ് ലുക്കാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഭാരത് ബെൻസിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ലുക്കായിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് വിട്ട് തന്നിട്ടുള്ളത്, ഈ വണ്ടി ഇവർ എടുത്തിട്ടുള്ളത് ഡെലിവറി ചെയ്തിട്ടുള്ളത് കോഴിക്കോടുള്ള ഭാരത് ബെൻസ് ഓട്ടോ ബാൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ സാറാണ് ഈ നമ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് താങ്ക്സ് പറയാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഫ്രണ്ട് ലുക്ക് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 28-26 എന്നുണ്ട്. 28 ടൺ 28-26 എന്നുള്ളത് സീരീസ് നെയിം കൊടുത്തിട്ടുണ്ട്. 6.6x4 നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഇത് 28 ടണ്ണും 260 ഹോഴ്സ് പവർ എന്നാണ് അതിന് സൂചന കേട്ടോ. 6x4. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിപ്പത്തിലെ ടയർ, പഴയ ടയർ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ടയർ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഡ്രമ്മ് കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചുകൂടി ഇത് കുറച്ചുകൂടി ഇതൊരു റൗണ്ട് ഷേപ്പിലായിരുന്നു ഇതിൻ്റെ ഡിസ്കിൻ്റെ ഭാഗം വന്നിരുന്നത്. പക്ഷേ ഒന്നുകൂടി ഇതൊരു എന്താ പറയുക, ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരാബോളിക് ലീവ് സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ബേ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്പൺ ആക്കാൻ പറ്റും. ഞാൻ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് തുറക്കണില്ല. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്നതാണ്, അതായത് നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഹൈഡ്രോളിക്കിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ആ ഒരു ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ടാങ്കിലാണ് നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേസിൻ്റെ ഷാസിയുടെ ഭാഗമാണ്. ലീഫിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടാവും, മറ്റേ മഡ് ഗാർഡിൻ്റെ ആ സംഭവം, ആ ഒരു ആർച്ച് കണ്ടില്ലേ, വീലാർച്ച്, എന്ത് വലിപ്പമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഈറ്റ്സിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനൊരു പുറത്ത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്. ശരിക്കും ഈറ്റ്സിന് എന്തെങ്കിലും തട്ട് കെട്ടിയാലൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെഫിൻ്റെ ടാങ്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ എയറിൻ്റെ ടാങ്കുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷാസിയുടെ ആ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ വീലിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് നമുക്കൊന്ന് വണ്ടി കുറച്ചുകൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടാൽ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റില്ലേ. അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് ഇല്ല അവിടെ കണ്ട. അപ്പോൾ അത്രയും സ്പേസ് കിട്ടിയില്ലേ, അപ്പോൾ ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ വീലിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞതാണല്ലേ. പിന്നെ ഇതൊക്കെ വണ്ടി പണിതതിന് ശേഷം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെക്കൂട്ടോ. അഡീഷണൽ ലോഡൊക്കെ കയറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ ആ വീലിൻ്റെ ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പെക്കിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ വീണ്ടും കിടക്കണില്ല. പിന്നെ അതുപോലെ ഷാസിയുടെ ഭാഗം കാണാനുണ്ട്. ബാക്കിൽ ലീഫിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഒരു സൈഡിലത്തെ ഒരു പോർഷൻ ശരിക്കും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് കയറ്റിയിട്ട് കേട്ടോ, വേറെ ഒന്നല്ല. പിന്നെ ഇതിൻ്റെ ഒരു
ഭാഗം നോക്കിയേ അങ്ങനെ ഇപ്പോൾ ഒരു ഷെയ്ഡായിട്ട് നിൽക്കുന്നത് നല്ല ഒരു രസമായിട്ട് സംഭവം. ടിപ്പർ ഭാരത് ബെൻസിൽ എനിക്ക് ഏറ്റവും രസമായിട്ടുള്ളത് ഭാരത് ബെൻസിൻ്റെ ടിപ്പർ തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിൽ നിന്നുള്ള ഓവറോൾ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. പെട്ടെന്ന് പറഞ്ഞു ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ് ഭാരത് ബെൻസ് കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ അവർ എവിടെ വേണമെങ്കിൽ എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ ഭാരത് ബെൻസ് കൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഷാസിറ ഭാഗത്ത് ഇതുപോലെ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ ഈ വണ്ടി ഞാൻ ഇപ്പോൾ കയറ്റിയിട്ട വണ്ടി ഇത് നമ്പർ കിട്ടിയ വണ്ടിയാണ് കേട്ടോ. മറ്റേതൊക്കെ 4 രജിസ്ട്രേഷൻ ആണ്. ഒരേ സമയത്ത് എടുത്ത വണ്ടികൾ തന്നെയാണ് എല്ലാം. പക്ഷേ 2 വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 വണ്ടിക്ക് കൂടി നമ്പർ കിട്ടാണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ വരുമ്പോൾ നമ്മുടെ നോക്കിയേ എന്താ പറയുക ഹൗസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടിയിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണിത്. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ടോറസ് സംഭവം അല്ലെങ്കിൽ ടിപ്പർ ഇതൊക്കെ പറഞ്ഞാൽ ഇത് ശരിക്കും അടുത്ത് ഒന്ന് കാണാനോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് ശരിക്കും പറയുക ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലത്തെ വിശേഷങ്ങൾ. ഭാരത് ബെൻസിൻ്റെ ലോഗോ വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ KTS കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ നമ്മുടെ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കൂടുതലായിട്ട് നമുക്കൊന്നും എടുത്ത് കാണിക്കാനോ പറയാനൊന്നുമില്ല. അപ്പോൾ വീഡിയോ പരമാവധി ചെറുതാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പുറമേ നിന്നുള്ള കാഴ്ചകൾ. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഒരു എയറിൻ്റെ ഒരു സർക്കുലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതിൽ കണ്ട. അതിൽ ഭാരത് 6+ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. BS6 എന്നാണ് അതിൻ്റെ അർത്ഥം. സൈഡ് മിറേഴ്സ് അതുപോലെ നമ്മുടെ ഈ സൈഡിലുള്ള ഈ മിററുകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവമൊക്കെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് മിററുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേര് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ നടന്നു പോകാൻ അറിയില്ല. അപ്പോൾ ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ നല്ലതാണ്. അതുപോലെ മിററുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ഓവറോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാഴ്ചകൾ. ഇവിടെ മറ്റുള്ള കുറേ വണ്ടികളും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ പുറത്തത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം. നമുക്ക് ഉള്ളിൽ കയറാം. പിന്നെ ഈ സൈഡിലെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞില്ലേ, ബാറ്ററി ഉണ്ട് ഇവിടെ. ആ ബാറ്ററിക്ക് ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഇതുണ്ടല്ലോ ഹൈഡ്രോളിക്കിൻ്റെ ആ സംഭവത്തിൻ്റെ ഇതെല്ലാം ഇവിടെ നിന്ന് ശരിക്കും കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എയർ ക്ലീനർ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാസി പിന്നെ സ്പെയർ വീൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഡീസൽ ടാങ്കിൻ്റെ പോർഷൻ ഇവിടെ വരുന്നത് ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഇത്രയും വണ്ടികളിലൊക്കെ ഇത്രയും വണ്ടിയല്ല കേട്ടോ. ഇതിൽ ഈ ഫ്രെയിമിൽ കാണുന്നതിനെക്കാട്ടും ഒരുപാട് വണ്ടികളുള്ള ഇതാണ്. അദ്ദേഹം ഓണറാണ്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ സാറിൻ്റെ പേര്? എൻ്റെ പേര് അബ്ദുൽ ജലാൽ. ഓക്കെ, അബ്ദുൽ ജലാൽ. സ്ഥലം വരുന്നത് ഇവിടെ തന്നെ മുക്കാണല്ലേ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഇതുപോലെയൊക്കെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കാനായിട്ട്? എങ്ങനെ തുടക്കം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ശരിക്ക് ആദ്യം ഒരു വണ്ടിയിൽ തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ ഓരോന്ന് വാങ്ങി ഇപ്പോൾ 2010 തുടങ്ങിയതാണ്. ഇപ്പോൾ 2026 ആയില്ലേ. അപ്പോഴേക്കും 10-30ഓളം വണ്ടികൾ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ സാറിന് വേറെ ഇതല്ലാതെ ബിസിനസ് വേറെ എന്തൊക്കെയുള്ളത്? അല്ലാതെ പിന്നെ പ്രിന്റിംഗ് പ്രസ് ആണുള്ളത്. അതും ഏകദേശം 2010-11 കൂടിയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സാർ ശരി ആക്ച്വലി എവിടെയായിരുന്നു? ഞാൻ ശരിക്ക് സൗദിയിലായിരുന്നു ആദ്യം. അതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് ഇത് തുടങ്ങുന്നത്. എന്താ അവിടെ ബിസിനസ് ആയിരുന്നു? അവിടെ അതെ അല്ലേ. ഓക്കെ ഓക്കെ. ശരിക്കും പലരും പറയും അപ്പോൾ ഇത് നാട്ടിൽ എന്ത് തുടങ്ങിയാലും അങ്ങനെ വിജയിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണെന്നൊക്കെ പറയും. അപ്പോൾ പ്രിന്റിംഗ് പ്രസ്സും ഇതൊക്കെ തുടങ്ങി അപ്പോൾ ശരിക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതുവരെയായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ടല്ലേ? എത്താൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ എന്താ അതിൻ്റെ പിറകെ തന്നെ വേണം 24 hours. പിന്നെ അതുപോലെ തന്നെ ഈ ടിപ്പറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ടിപ്പർ വണ്ടികളൊക്കെ ഉള്ളതാണല്ലോ. ഈ ഫീൽഡിൽ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഈ ഫീൽഡ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? പലരും ലോറി എടുക്കരുത്. ഇപ്പോൾ റീസെൻറ്റ് സമയത്ത് എല്ലാവരും പറഞ്ഞത് വണ്ടി പരിപാടി ഇറങ്ങിയാൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? വിജയരഹസ്യം സാറിൻ്റെ ഒക്കെ അല്ലേ? അത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല അല്ലേ? എന്നാലും വെച്ചാൽ 100% രക്ഷപ്പെടും. പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ഇതിന്റെ പിറകെ തന്നെ നടക്കണം. അല്ലാതെ വണ്ടി വാങ്ങിയിട്ട് മുതലാളിയായിട്ട് നടന്നു കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവർമാർ അവരാ ഇഷ്ടത്തിനെ കൊണ്ട് നടക്കുക. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് മോണിറ്റർ ചെയ്യണം. അത് നമ്മൾ അണ്ടറിലായി കഴിഞ്ഞാൽ ഇത് ലാഭത്തിൽ തന്നെ കൊണ്ട് നടത്താൻ കഴിയും.
ഇത്രയും വണ്ടികളുണ്ടായാലും നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് അങ്ങനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുനടക്കാനൊക്കെ പറ്റൂലേ? കുഴപ്പമൊന്നുമില്ല. ഞാനല്ല, എൻ്റെ കൂടെ എനിക്ക് ഒരു ബഷീർക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അവർ പിന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതാണ്. അപ്പോൾ അതാണ് അങ്ങനെ കൂടെ നിൽക്കാൻ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേണം. അപ്പോൾ എല്ലാം സെറ്റായിട്ട് പോകില്ലേ? പിന്നെ നമുക്ക് ഇത് ശരിക്കും ഇങ്ങനത്തെ ടിപ്പർ എന്തൊക്കെ ആകുമ്പോൾ ശരിക്കും ഓട്ടങ്ങൾ ഇതുപോലെ വേണ്ടേ? അപ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ അങ്ങനത്തെ കണക്ഷൻസും വേണം അല്ലേ? ഉണ്ട്. നമ്മൾ പഴയ ആളായത് കൊണ്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇപ്പം ഊരാളിങ്ങൽ, അതുപോലെ കെല്ലറ്, വകാട്, KMC ഇതുപോലുള്ള വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡറാണ് വരിക. അപ്പം അത് നമുക്ക് കറക്റ്റ് ടൈമിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എണ്ണം കൂടണം, എന്നാലേ നമുക്കത് കറക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ 1-2 വണ്ടി വെച്ചിട്ട് നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ എന്ത് ചെയ്യാൻ കഴിയില്ല, പറ്റില്ല. പിന്നെ അതുപോലെ ഭാരത് ബെൻസിലേക്ക് കിടക്കാം. ഭാരത് ബെൻസ് ആണല്ലോ സാറിന്റെ അതിൽ ഇപ്പൊ കാണുമ്പോൾ കൂടുതലുള്ളത്. ലൈലൻഡും ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഭാരത് ബെൻസ്? ഒന്നാമത്തത് അവരെ സർവീസ്, അവർക്ക് നല്ലൊരു സർവീസ് ടീമുണ്ട്. അത് നമുക്ക് ഭയങ്കരധികം സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. വണ്ടി എടുക്കാനല്ല ബുദ്ധിമുട്ട്, അതിന്റെ സർവീസും മറ്റേ മെയിൻ്റനൻസും നോക്കാനാണ്. അതിന് അവർ കട്ടക്കുള്ള സപ്പോർട്ട് നമ്മളെ കൂടെ നിന്ന് ചെയ്തു തരുന്നതുകൊണ്ട് കൂടുതലും വണ്ടികൾ എടുക്കുന്നത് ഭാരത് ബെൻസ് ആണ്. ഭാരത് ബെൻസ് എന്താ അഭിപ്രായം? 100% ഓക്കെ. അപ്പൊ അതാണ് ഇതില് നമ്മൾ കാണാൻ ഇത്രയും വണ്ടികളിനെ ഇത് ഇപ്പൊ ഇത്രയും പുത്തൻ വണ്ടികൾ എല്ലാം എടുത്തപ്പോ ഭാരത് ബെൻസിലേക്ക് കിടക്കുക. അതാണ് കാരണം അല്ലേ? മെയിനായിട്ട് സർവീസ് സപ്പോർട്ട്. ഇപ്പൊ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു അരമണിക്കൂർ പോലും അവര് നമ്മളെ വണ്ടികൾ റോഡിൽ കിടക്കാറില്ല. അതിന്റെ മുന്നേ തന്നെ വന്നിട്ട് അവരെ മൊബൈൽ വണ്ടികൾ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു തരും, നമ്മളെ റോഡിൽ നിന്ന് ബ്ലോക്ക് ഒഴിവാക്കി തരും. അത് ബ്രേക്ക് ഡൗൺ വളരെ കുറവാണ് വരല്, എന്നാലും വരുന്ന സമയത്ത് നല്ലോണം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് മറ്റേ കോഴിക്കോട് നിന്നാണ് നമ്മള് വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഓട്ടോ മാനുഫാക്ചറിംഗ്. അപ്പോൾ ഓക്കെ, വളരെ എന്തായാലും ഇതിപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ വിജയിക്കാൻ പറ്റായിക്കൊന്നുമില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിക്കാൻ പറ്റും എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സാറിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അതുപോലെ നമ്മുടെ ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ സാറ്, ബഷീർക്ക, അതാണ് അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജൊക്കെ ചെയ്യണേ. നമസ്കാരം, എന്താ പേര്? ബഷീർ. ഞാൻ പേര് ബഷീർക്ക എന്ന് പറയുകയും ചെയ്തു, എന്നാലും അത് നമ്മൾ ചോദിച്ചിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ ബഷീർ അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൽ വന്നിട്ട്? ചേട്ടൻ്റെ പേര് ഷിനു അല്ലേ? അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിലുണ്ടല്ലോ ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ്, എങ്ങനെയുണ്ട് ഇത് മാനേജൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്? മാനേജ് കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ കംപ്ലൈന്റ് കുറവാണ്. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല്ലേ? കൂടുതൽ താല്പര്യം ഭാരത് ബെൻസ് തന്നെയാണല്ലേ? ഭാരത് ബെൻസ് ആണ് ഇപ്പൊ മാച്ച് നിൽക്കുന്നത്. ബാക്കി ടാറ്റയും ലൈലൻഡും ഒക്കെ ഉണ്ട് നമ്മളെടുത്ത്. പക്ഷെ കൂടുതൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയി കിട്ടുന്നവരാണ് ഇവരാണ്. ഓക്കെ ഓക്കെ. എന്തായാലും അധികം സംസാരിക്കില്ല, അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. വണ്ടിയുടെ ഉള്ളിൽ കയറി ഇതാണ് ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. അടിപൊളിയാണ്. പിന്നെ സീറ്റ് എന്നൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റോട് കൂടിയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീറ്റാണ് വന്നിട്ടുള്ളത്. അതൊരു ബ്ലാക്ക് ആൻഡ് ആഷ് തീമിലാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ കുറേ ഡമ്മി സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കാണാൻ ഒരു സെറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ഇവിടെയും ചെറിയൊരു ഐറ്റംസ് ഒക്കെ എടുത്ത് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റീറിംഗ് വീലിലേക്ക് കിടക്കുകയാണെങ്കിൽ ബസ്സിനൊക്കെ സ്റ്റീറിംഗ് വീല് പണ്ടത് ഇങ്ങനത്തെ തന്നെയായിരുന്നു. ഇപ്പോൾ ബസ്സിന് വരുന്നില്ല. അപ്പോൾ ബസ്സിന് സ്റ്റീറിംഗ് വീലും മാറ്റം വന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീറിംഗ് വീൽ ഇപ്പോഴും പഴയ പോലെയാണ് കൊടുക്കുന്നത്. എല്ലാ വണ്ടികളും ഇങ്ങനെയാണ്. അപ്പോൾ ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ അനലോഗായിട്ടും ഡിജിറ്റലായിട്ടും നമുക്കിത് കാണാൻ സാധിക്കും കേട്ടോ. കണ്ടോ, ഇതിൽ അനലോഗ് ഡിജിറ്റലെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി ഇത് വൈപ്പറിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെയാണ്. ഇത് എൻജിൻ ബ്രേക്കാണ്. എൻജിൻ ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് ലിവറിലുള്ള എൻജിൻ ബ്രേക്കാണ്. ഇത് തട്ടിയിട്ട് നമ്മൾ വരികയാണെങ്കിൽ ആ കുത്ത് ഇറക്കിറങ്ങി വരിക, അവിടെ ഒരു കുത്തിറക്കണ്ട. ആ കുത്തിറക്കിറങ്ങുമ്പോൾ ഈ എൻജിൻ ബ്രേക്ക് ഇട്ട് വരികയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇറങ്ങിപ്പോരാൻ പറ്റും. പിന്നെ ഇവിടെ പാർക്കിംഗ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എൻജിൻ ബ്രേക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. ആ എൻജിൻ ബ്രേക്കിൻ്റെ സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് വരാൻ പറ്റും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ കാല് പെഡലിൽ അപ്ലൈ ചെയ്യേണ്ടി വരും ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഈ ലിവർ ഇതിട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മൾ എടുത്ത് പറയാനുള്ളത് എന്താ, ഇവിടെ കുറേ മോഡുണ്ട് അല്ലേ. ഇത് ഹൗസിങ്ങിൻ്റെ, അതായത് നമുക്ക് ബാക്കിലത്തെ വണ്ടി എവിടെയും ടയർ താന്ന് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് കയറി പോരാനാണ് ഈ ഒരു സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. ഈ സ്വിച്ച്. പിന്നെ തൊട്ട് താഴെ വരുന്ന ഈ സ്വിച്ച് ഉണ്ടല്ലോ,
ഇത് നമ്മുടെ ഡിപ്പ് പൊന്തിക്കണതാണ്. ടിപ്പ് പൊന്തിക്കുന്ന സാധനമാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഡോറ് തുറക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. അത് ഇതാക്കി വെച്ചിട്ട് ഇവിടെ ഈ സാധനം കണ്ട ഇതിങ്ങനെ ഇങ്ങോട്ട് ആക്കിയിട്ട് ആക്സിലേറ്റർ കൊടുത്താലാണ് ബാക്കിലത്തെ ടിപ്പ് ഇങ്ങനെ പൊന്തി വരിക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഉണ്ടല്ലോ, ഇത് സ്മൂത്തും ഹാർഡും ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഒരു മോഡുണ്ട്. ഇപ്പോൾ ഇത് സോഫ്റ്റിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം സീറ്റ് പൊന്തി വരും കേട്ടോ. എയർ സീറ്റാണ്. അത് ഹാർഡ് മോഡും സോഫ്റ്റ് മോഡും ഉണ്ട് ഈ സീറ്റിന്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സീറ്റ് മറ്റേ സൈഡിൽ ഇതിൻ്റെ ഡോറിൻ്റെ സംഭവമൊക്കെ കണ്ടില്ലേ, ചവിട്ടിയത് വേറെ ഒന്നല്ല കേട്ടോ, ഇതിങ്ങനെ വന്ന് അടയും, അതുകൊണ്ടാണ് ചവിട്ടിയത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ലൈറ്റ് ഇപ്പോൾ ഓണാക്കി തുറന്നപ്പോൾ അത് ഓണായി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പാരഷൻ കുഷൻ്റെ കാര്യം പറഞ്ഞതാണല്ലോ അല്ലേ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു മണമുണ്ട്. പുതിയ വണ്ടിയുടെ കാറൊക്കെ മേടിക്കുമ്പോൾ ഒരു മണം വരില്ല. അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇവർ അടിക്കുന്നുണ്ട്. ആ അടിക്കണ കാരണമാണ് ആ മണം തോന്നുന്നു അല്ലേ. പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കൊക്കെ ഇഷ്ടമാണ് ആ മണം. പുത്തൻ വണ്ടിയുടെ ഒരു മണം ഉണ്ടല്ലോ. പിന്നെ ഇവിടെയൊക്കെ ആ എസിയുടെ മറ്റേ വെന്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഗ് സ്പേസ് ഒക്കെ ഇത്രയുണ്ട്. ചവിട്ടിക്ക് ഇരിക്കാനുള്ള ആ സ്ഥലം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് എസിയുടെ സംഭവമാണ് കേട്ടോ. AC നമുക്കിവിടെ കൂട്ടൽ കുറയ്ക്കില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഇടാം. ഇവിടെയും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഇടാം. അത്യാവശ്യം നമുക്ക് സ്ഥലമുണ്ട്. പിന്നെ ഇത് CCTV ക്യാമറയുടെ ആ വിഷ്വൽ കിട്ടാനുള്ള ആ ഒരു മോണിറ്ററാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിൽ കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെ പിന്നെ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ? ഇത് എല്ലാം കൂടി കാണുമ്പോഴേ ചിലപ്പോൾ വിട്ടുപോകും. പിന്നെ ഇത് റീജനറേഷൻ്റെ സ്വിച്ചാണ് ഈ അടിയിൽ കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ ക്രൂസ് കൺട്രോൾ സിസ്റ്റമാണ്. ഒരു 50-60 നമുക്ക് ലോക്കാക്കിയിട്ട് ഈ സാധനം കാണാനില്ലേ അല്ലേ. ഇത് ക്രൂസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇതാണ്. 50-60 ലോക്കാക്കിയിട്ട് നമുക്ക് ക്രൂസ് ഇട്ടിട്ട് ഓടാം. പിന്നെ ഇപ്പുറത്തുള്ള ലിമിറ്റ് എന്നുണ്ട്. ആ ലിമിറ്റിൽ നമുക്ക് വണ്ടി, അതായത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ. അതാണ് ഈ ലിമിറ്റിൻ്റെ സ്വിച്ചിൻ്റെത്. പിന്നെ ഇവിടെയും കുറച്ച് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ നേരത്തെ പറഞ്ഞ റീജനറേഷൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞത്. അതാണ് റീജനറേഷൻ സ്വിച്ച്. പിന്നെ ഇവിടെയും കുറേ സ്വിച്ചുകളുണ്ട്. പിന്നെ ഇത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഫ്രണ്ടിലത്തെ. പിന്നെ ഇതാണ് ചാവി. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഈസ്റ്റർ വെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് എടുത്ത് പറയുന്നതാണ് പാർക്കിംഗ് ബ്രേക്ക്. പിന്നെ ഇനി ഗിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ 10 ഗിയറാണ് ഇത് വരുന്നത്. നമ്മൾ കുറേ വണ്ടികൾ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ഇത് എയർ ഷിഫ്റ്റഡ് ആണ്. ഇതിൽ നോക്കുമ്പോൾ C ഗിയറാണ്, ക്രൗൾ ഷിഫ്റ്റ് എന്നാണ് പറയുക C ഗിയറിന്. പിന്നെ റിവേഴ്സ് 1, 2, 3, 4. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തട്ടണം. ബാക്കി 5, 6, 7, 8 അങ്ങനെ 10 ഗിയറാണ് ഇതിന് വരുന്നത്. ഡബിൾ ഷിഫ്റ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കളിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് നമ്മുടെ പവർ വിൻഡോൻ്റെ സ്വിച്ചാണ്. അത് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും പവർ വിൻഡോൻ്റെ സ്വിച്ചാണ്. ഇതും പവർ വിൻഡോൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. എന്തായാലും വണ്ടി ഉഷാറായിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഓണർ ചേട്ടനെ കൂടിയും കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് സെൻസറാണിത്. നമ്മൾ കണ്ണടഞ്ഞ് പോവേ ഉറക്കം വരണമെങ്കിൽ ഈ സെൻസറിൽ നമുക്ക് ബീപ്പ് അടിക്കും കേട്ടോ. അതിനാണ് ഈ സെൻസർ വെച്ചേക്കണത്. ഇതൊക്കെ നല്ല ടെക്നോളജിയാണ് ഭാരത് ബെൻസിൻ്റെ. അപ്പോൾ ഇപ്പോൾ ബസ്സിലേക്കും ഈ സെൻസറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ബസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങൾ. എന്തായാലും ബ്ലാക്ക് കോഡും ഒരു വൈറ്റ് കോഡും കൂടി തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട്. എയർ സീറ്റാണ്. ഇതിങ്ങനെ ഇരിക്കുന്ന നേരത്തെ കേട്ടോ. നല്ല അടിപൊളി സീറ്റാണ്. ഞാൻ പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. സ്റ്റീറിംഗ് വീലും ഒക്കെ നല്ല മച്ചാൻ. ഇനി ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. പഴയ മുന്നിലൊരു ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് മുന്നെയാണ്. പിന്നെ നമ്മൾ 16 വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങളെ കൂടി വണ്ടിയായിട്ട് ടിപ്പറല്ല. അപ്പോൾ എന്തായാലും മൊബൈൽ 2 സീരീസിൽ വരുന്ന പുതിയ വണ്ടിയും ചെയ്യാൻ പറ്റി. ജസ്റ്റ് ഇപ്പോൾ ആ റോഡൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്തു കേട്ടോ. ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല രസമാണ്. നല്ലതായിട്ട് പോകേണ്ട അടിപൊളിയാണ് ഓടിക്കാനൊക്കെ. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാരൻസ് ഓടിക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വലിയ കുഴപ്പമില്ലാതെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഷിഫ്റ്റിങ്ങിൻ്റെ ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ക്ലസ്റ്ററുകൾ നോക്കിയിട്ട് എപ്പോഴും ഓടിക്കണം. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക്കാണ്. ഇങ്ങനെ എയർ സീറ്റാണ്. അപ്പോൾ AC വണ്ടിയാണ്. സുഖമാണ്. അതും പറഞ്ഞത്.
കാലുവണ്ടി ഓടിക്കുമ്പോഴുള്ളതായ ഒരു ചാട്ടം കാര്യങ്ങളും അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ അത് നോക്കിയിട്ടൊക്കെ ആരൊക്കെ ബൈക്കുകാർ എന്തൊക്കെ കിടക്കണമെങ്കിൽ നമുക്ക് നോക്കി കറക്റ്റായിട്ട് ഓടിച്ചു പോകാനൊക്കെ പറ്റും. വളരെ നല്ല ഒരു മെഷീൻ തന്നെ, വളരെ സ്മൂത്തായിട്ട് തോന്നുന്നു. റോഡൊക്കെ ഒന്ന് കട്ടിയാൽ മതി. നമ്മുടെ ബ്രദർ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്ന ആളിനെയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ബ്രദറിൻ്റെ പേര് അജയ് എന്നാണ്. ആളിങ്ങനെ വീഡിയോയിൽ ആൾക്ക് താല്പര്യമില്ല കാണിക്കാൻ, അതുകൊണ്ടാണ് ആളെ കാണിക്കാത്തത്. ഫുൾ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ പേരെന്താ ഓണറുടെ? ജലാൽ. ജിലാൽ സാറ്, അതുപോലെ ബഷീർക്ക്, എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഭാരത് ബെൻസ് കോഴിക്കോട് നിന്ന് ഇവർ തീർത്തിട്ടുള്ളത് നമ്പർ കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾക്ക് മെറ്റീരിയൽ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൾക്കായിട്ടൊക്കെ ഇതുപോലെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ, നമുക്കത് ചെയ്തു കൊടുക്കാം. എന്തായാലും നല്ല ആൾക്കാരാണ് നമ്മുടെ മുക്കത്തുള്ള. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കട്ടെ. ഒരുപാട് നമ്മളിങ്ങനെ ലെങ്ത് അല്ലാതെ തന്നെ നമ്മൾ കുറേ സംസാരിച്ചിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാടായാലും മോശമല്ല. ഈ റോഡ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാം. നമ്മുടെ മഞ്ചേരി പോണ റോഡാണ് കേട്ടോ. നല്ല പണി കഴിപ്പിച്ചിട്ട് നല്ല അടിപൊളി റോഡാണ്, ഉഷാറാണ്. നമുക്ക് പിന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് പണി നിർത്തി വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നല്ല രസം. എത്ര ഓടിച്ചാലും നമുക്ക് സത്യം പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെയാണ്. പിന്നെ ഷിഫ്റ്റിങ് ഈ പറഞ്ഞ പോലെ നമ്മൾ ബസ്സിൻ്റെ അതുപോലെ അല്ലല്ലോ. നമുക്കിങ്ങനെ കാല് കൊടുത്താൽ അതിൻ്റെ ആ ലെവലൊന്നും ഇല്ല. അതിങ്ങനെ ടിപ്പറിൻ്റെ രീതിയിലാണ് അത് മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ മറ്റേ ബസ് പോണ പോലെ ഒന്നും നമുക്ക് ഓടിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല. എന്തായാലും നന്നായിരിക്കുന്നു. നമ്മൾ ഈ ഒരു പുതിയ മോഡൽ ചെയ്യണമെന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും സാധിച്ചു. അപ്പോൾ വണ്ടി ബസ് ചാനലിൽ അപ്പോൾ അതും എത്തി. നമുക്ക് അപ്പുറത്തേക്ക് നീക്കി നിർത്താം വണ്ടി. അപ്പോൾ അടിപൊളി സ്മൂത്താണ്, സൗണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല രസമാണ്. ഞാൻ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇൻട്രോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേർക്ക് ട്രക്ക് എടുക്കാനുള്ള മോഹമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ പരമാവധി എത്തിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ ട്രക്ക് എടുത്താൽ നശിക്കും, രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉണ്ട്. അപ്പോൾ ദിലീപ് സാറ് പറഞ്ഞ പോലെ എടുത്ത് രക്ഷപ്പെടും. നമ്മളതിൻ്റെ കൂടെ നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്, രക്ഷപ്പെടും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ഏരിയയിലൊക്കെ ആവശ്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടുക. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ KTS ഗ്രൂപ്പിനെ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അതിലേക്ക് തൽക്കാലം ബൈ, നമസ്കാരം.